നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുറച്ചൊന്ന് ക്ഷമിക്കുക. ഇനി ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥ, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടോ. കഥ ഇങ്ങനെയാണ്. ഒരാൾ ഭയങ്കര ദൈവഭക്തനായിരുന്നു. അപ്പം അങ്ങനെ ദൈവഭക്തനായ ഈ മനുഷ്യൻ്റെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്നിട്ട് കംപ്ലീറ്റ് വെള്ളം കയറി എത്ര പേര് കയറി എന്ന് പറഞ്ഞാൽ ഇയാളുടെ വീടിൻ്റെ 90% വെള്ളം കയറി. അങ്ങനെ ഈ വെള്ളം കയറിയ ആളെന്ത് ചെയ്തു, ഏറ്റവും മുകളിൽ പോയിട്ട് ഓടിൻ്റെ മുകളിൽ നിന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരാൾ തോണിയും കൊണ്ട് വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ തോണി കയറില്ല, എന്നെ ദൈവം രക്ഷിക്കും. പിന്നെ കുറേയും കൂടി വെള്ളം കയറിയപ്പം ബോട്ടും കൊണ്ടുവന്നു. അപ്പം ബോട്ട് വന്നവരോട് പറഞ്ഞു, ഞാൻ വരൂല, എന്നെ ദൈവം രക്ഷിക്കും. പിന്നെ ഹെലികോപ്റ്റർ വന്നപ്പോഴും പറഞ്ഞു, ഞാൻ വരൂല, എന്നെ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അവസാനം മരിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ ദൈവത്തിൻ്റെ അടുത്ത് പോയി. സാങ്കല്പിക കഥയാണ് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ദൈവം ചോദിച്ചു, ദൈവത്തോട് ഇയാൾ ചൂടായി, ഞാൻ എന്നാൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെന്ത് പരിപാടി എടുത്തത്, എന്നെ വെള്ളത്തിൽ മുക്കി കൊന്നില്ലേ. എന്നാലും ദൈവം പറഞ്ഞാൽ ആ വൃത്തിയായിട്ടവനെ, നിനക്ക് ഞാൻ തോണി അയച്ചു, നീ കയറിയ ഇല്ല, എനിക്ക് ബോട്ട് അയച്ചു, കയറിയ ഇല്ല, എനിക്ക് ഹെലികോപ്റ്റർ വരെ അയച്ചു, എന്നിട്ട് നീ കയറിയ, നീ എന്ത് പറഞ്ഞു, ദൈവം രക്ഷിക്കും, ഞാൻ നേരെ ഭൂമിയിൽ വന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തണോ എന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഇത് ഇവിടെ പറയാൻ കാരണം, ഇതുപോലെ ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ യൂട്യൂബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, യൂട്യൂബ് നമ്മളെ നിരന്തരമായിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് രക്ഷപ്പെടേണ്ട, നമുക്ക് എന്ത് വേണം, സബ് ചെയ്യൂ എന്ന് എല്ലാവരോടും ചോദിക്കണം, ഒന്ന് എൻ്റെ വീഡിയോ കാണുമോ എന്ന് എല്ലാവരോടും ചോദിച്ചു നടക്കണം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇനി നിങ്ങളെ ഈ യൂട്യൂബ് ദൈവം രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയണമല്ലോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ റീച്ച് ടാബിൽ പോവാം. YT സ്റ്റുഡിയോയിൽ റീച്ച് ടാബിൽ കയറിയിട്ട് കുറച്ച് താഴോട്ട് വന്നാൽ കണ്ടൻറ്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അവിടെ കുറേ വീഡിയോയുടെ ലിസ്റ്റ് കാണാം. അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അതാണ് യൂട്യൂബ് ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്താൻ അയച്ച തോണിയും ബോട്ടും ഹെലികോപ്റ്ററൊക്കെ. ഈ സാധനം അവിടെ വെച്ചിട്ട് പിന്നെയും നിങ്ങൾ സബ് ചോദിച്ച് നടക്കുന്നതും എൻ്റെ വീഡിയോ കാണണോ എന്ന് ചോദിച്ച് നടക്കുന്നതും ഈ ദൈവം പറഞ്ഞ പോലെ നിങ്ങൾ അടിക്കേണ്ട കാര്യമല്ലേ ആണ്. അപ്പോൾ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് പറയാം. ഇനി അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാം. പല ആളുകളും പറയുന്നത്, എനിക്ക് 4000 വാച്ച് ഹവറും 1000 സബും വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ശരിയായ ശക്തി എന്താണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ മണ്ടന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എനിക്ക് എത്ര സബ്ബുള്ളത്, ആകെ കൂടി 600 സബ് ഇപ്പം വന്നിട്ടുള്ളൂ. ഈ 600 സബ്ബുള്ള ഞാൻ സംസാരിക്കുന്നത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 1 മില്യൺ ഉള്ള പോലെയോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയ ഒരാളെ പോലെയാണ്. കാരണം നിങ്ങളുടെ വീഡിയോ ഡേ 1 മുതൽ, ആദ്യത്തെ ദിവസം മുതൽ ഇതുപോലെ ആയിരിക്കണം. അതായത് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയ ഒരാളെ പോലെ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. കാരണം 5 or 6 വീഡിയോസ് ഇട്ട ശേഷമാണ് സജഷനിലേക്കൊക്കെ പോകാൻ തുടങ്ങുക. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ വീഡിയോ പോകുന്ന സമയത്ത് ഓരോ ആളുകളും നിങ്ങൾ സബ് കൗണ്ട് നോക്കിയിട്ടല്ല കാണുന്നത്. അവർ റാൻഡമായിട്ട് യൂട്യൂബിൽ വരുന്ന സജഷനിലേക്ക് വരുന്നതും ബ്രൗസ് ഫീച്ചറിൽ വരുന്ന വീഡിയോ കണ്ടിട്ട് അവിടെ നിന്ന് നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ ചാനൽ എടുത്ത് നോക്കുന്നു, അതിൽ നല്ലൊരു പ്രസൻറ്റേഷൻ കാണുന്നു, ആളുകൾ സബ് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. പിന്നീടാണ് ഇവർക്ക് എത്ര സബ് ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ അറിയോ, ഞാൻ സക്സസ് ആയ ശേഷമാണ് എൻ്റെ യഥാർത്ഥ കഴിവ് പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുന്നത് എന്ന് പറയും. അത് തീർത്തും ഈ ഒരു പ്രശ്നമാണ്. അതായത് നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ 10-15 ഇൻ്റർവ്യൂവിന് പോയ ശേഷം ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ, അതുവരെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് പറയോ? ഇല്ല. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഹൈ ലെവലിൽ ഉള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല മാന്യമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ നിങ്ങൾ പോകുന്നത്. ഇവിടെ മാത്രം നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പലരുടെയും ചാനൽ ഫെയിലാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നിങ്ങൾ മോണിറ്റൈസേഷൻ, നിങ്ങൾക്ക് എല്ലാവരുടെയും ആവശ്യം മോണിറ്റൈസേഷൻ ആണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ കാര്യത്തിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും റെഡിയാണ്. പക്ഷെ ഞാൻ ഗുരു സിനിമയിൽ, ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞു, ഗുരു സിനിമയിലെ മോഹൻലാലിനെ പോലെ ഈ പഴം തിന്നരുത് കാഴ്ച പോകും, ഈ പഴം തിന്നരുത് കാഴ്ച പോകുന്നു എന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ ആരുടെ തലയിലും കയറുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, നിങ്ങൾ വീഡിയോ 5-6 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തുടക്കക്കാരെ ആളുകൾക്ക് ഈ സജഷനിലേക്കൊക്കെ പോകാൻ തുടങ്ങും.
ആ സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയങ്ങളിൽ തന്നെ, ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ തന്നെ നിങ്ങൾ മാക്സിമം റീച്ച് ആവണം. മാക്സിമം ഓട്ടോമാറ്റിക്കായിട്ട് ആവും അത്, നമ്മൾ പ്രസൻറ്റേഷനൊക്കെ മാറ്റിയാൽ. അങ്ങനെ വന്നിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് 1 മാസം പോലും എടുക്കില്ലാന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1 മാസം പോലും എടുക്കില്ല. ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ കഥയാണ് പറഞ്ഞത്. ഇതുപോലെ ആഴ്ചകൾ കൊണ്ടാവാം, 2 ദിവസം കൊണ്ടാവും. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് അനുഭവത്തിൽ എനിക്കൊരു 4 പേരെ അറിയാം വിത്തിൻ 1 വീക്ക് കൊണ്ട് മോണിറ്റൈസേഷൻ ആയത്. അത് ലക്ഷങ്ങൾ വ്യൂ വന്നിട്ട്. പക്ഷെ അതെന്താ സംഭവിക്കുക പറഞ്ഞാൽ, നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോയിൽ വ്യൂസ് ആദ്യം മുതൽ കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം മോണിറ്റൈസേഷൻ ആവും, അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. പിന്നീട് മോണിറ്റൈസേഷന് ശേഷവും ഇതേ വ്യൂസ് കണ്ടിന്യൂ ചെയ്ത് വരും. മനസ്സിലായി? ഇപ്പോൾ 10,000 വ്യൂസ് നമുക്ക് വന്നിട്ട് മോണിറ്റൈസേഷൻ ആയാൽ നമുക്ക് അടുത്ത ദിവസം ചിലപ്പോൾ 5,000 6,000 വരും. അപ്പോൾ അത് ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ സക്സസ് ആവുകയും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ 500 1000 വ്യൂസ് വന്നിട്ട് കുറേ വർഷങ്ങൾ 3 കൊല്ലം 500 വ്യൂ വന്നിട്ട് 4ാമത്തെ കൊല്ലം നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി വിചാരിക്കാം. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം കാരണം വാച്ച് അവർ ഇയർലി നോക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ സക്സസ് ആയി എന്ന് വിചാരിക്കുക. പക്ഷേ പിന്നീട് എന്താണ്, നിങ്ങൾക്ക് റവന്യൂ കിട്ടൂല. റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഒരുപാട് വ്യൂസ് വരണം. അപ്പോൾ ഒരുപാട് വ്യൂസ് വരണമെങ്കിൽ ആദ്യം മുതലേ നിങ്ങളൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് കയറി പോകുള്ളൂ. ഈ കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ല. അത് ഷിജിൻ നിലമ്പൂർ എന്നാണ് പേര്. എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റും ആണ്, പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുമാണ്. നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാവരും പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. FS വില്ലേജ് സ്റ്റോറീസ് എന്നാണ് ചാനലിൻ്റെ പേര്. അത് സക്സസ് ആവാനുള്ള കാരണം കുറച്ച് കാരണങ്ങളാണ്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ കാര്യം, അതുവരെ കൊടുത്ത തമ്പനെയിലല്ല കൊടുത്തത്. ക്ലാസ് കഴിഞ്ഞിട്ട് തമ്പനെയിലൊക്കെ ഏകദേശം പഠിച്ച ശേഷം 2 തമ്പനെയിൽ അടിപൊളിയായിട്ട് കൊടുത്തു. ആ 2 എണ്ണം വീഡിയോ കയറി. ഇതിൽ ഞാൻ പറയുന്നത് തമ്പനെയിൽ കൊടുത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ വീഡിയോ കയറി പോകുന്നല്ല. നമ്മളൊരു ബിരിയാണി വെക്കുന്ന സമയത്ത് ചിക്കനൊക്കെ ആക്കി മസാലയാക്കി എല്ലാം ആക്കി സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബിരിയാണി പോയില്ലേ? ഇതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മളെ എല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ചെയ്താലാണ് അതിനൊരു ഫൈനൽ സക്സസ് ഉണ്ടാവുക. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ടോപ്പിക്ക്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് തമ്പനെയിൽ. അതിലും പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾ ടാഗ് ഇടണ്ട, ഡിസ്ക്രിപ്ഷൻ ഇടണ്ട, ഒന്നും ഇടണ്ട. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ടാഗും ഡിസ്ക്രിപ്ഷൻ ഇടാതെ കാണിച്ചു തരാം വീഡിയോ കയറി പോവില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളും കൂടി വിചാരിക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നത്, വീഡിയോ കാണുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ വരുന്നത്. പണ്ടത്തെ പോലെയല്ല, കുറേ മാറ്റങ്ങൾ വന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനും ടാഗ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ലെങ്ത്ത് കുറേ കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, വീഡിയോ ലെങ്ത്ത് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ആയാൽ ബുദ്ധിമുട്ടാവോ, അല്ല 5-6 മിനിറ്റിൽ ചെയ്യണമെന്നുള്ളത്. കാരണം ചില വിഷയങ്ങൾ എനിക്ക് അങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ തമ്പനെയിൻ്റെ ക്ലാസ് എടുക്കുന്നു പറഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നേരത്തെ ഷിജിലിൻ്റെ കാര്യം പറഞ്ഞത്. അത് സത്യമാണെന്ന് തോന്നുന്നവർക്ക് വിശ്വസിക്കാം, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇട്ടതല്ല. പിന്നെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച് സക്സസ് ആയി. വീഡിയോ ഇടുന്ന കാര്യത്തിൽ എങ്ങനെയാണ് സക്സസ് ആക്കേണ്ടത് ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ സക്സസ് ആയിട്ട് യൂട്യൂബിൻ്റെ ഖജനാവ് കാലിയാക്കണം. യൂട്യൂബ് വിചാരിക്കണം ഈ കേരളത്തിന് എന്ത് സംഭവിച്ചു, ഫുൾ പൈസ മൊത്തം അങ്ങോട്ടാണല്ലോ പോകുന്നത് എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പേർക്ക്, ഒരു 10 പേർക്ക് ഇത് ചാനലിൻ്റെ കൺസൾട്ടിങ് എന്ന രൂപത്തിൽ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ എനിക്ക് പറ്റൂല. അതുകൊണ്ട് കുറച്ച് പേര് 5-10 പേർക്ക് മാത്രം അവരുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗൈഡൻസ് തന്ന് ചെയ്യണമെന്നുണ്ട്. ഞാൻ മുന്നേ ഗ്രൂപ്പിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പെയ്ഡ് ആണ്, ഫ്രീ അല്ല. പക്ഷെ പെയ്ഡ് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ആണ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ വാങ്ങിക്കുന്നത്. അതിൽ തമ്മിൽ ക്ലാസ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. പിന്നെ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്താണെന്നറിയോ? ചത്ത ചാനലിനെ എങ്ങനെ ജീവിപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ
കണ്ടിട്ട് അഭിപ്രായം പറയാം. ചാനൽ സബ് ചെയ്ത് നോക്കുക. ബൈ പറയണ്ട എന്നാണ് വൈഫ് പറയുന്നത്. ബൈ പറയുന്നത് രസമില്ല കാണാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ ബൈ പറയുന്നില്ല. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.